മധ്യേഷ്യയിൽ വലിയ വമ്പൻ ശക്തിയായി മാറാനൊരുങ്ങുകയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ ഇതിനായി തങ്ങളുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇതിനായി രാജ്യത്തെ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നു. യഥാർത്ഥത്തിൽ ഇറാനാണ് സൗദി അറേബ്യയുടെ ലക്ഷ്യം എന്നാണ് അറിയാനായി സാധിക്കുന്നത്. അതിലേക്ക് വഴിയെ വരാം. 2030 ആകുമ്പോഴേക്കും സൗദി അറേബ്യ തങ്ങളുടെ മുഴുവൻ സൈനിക ചെലവിന്റെ 50% രാജ്യത്തിനുള്ളിൽ തന്നെ ചെലവഴിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ നോക്കുന്നത്. ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിന്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സൗദി. തുർക്കിയിലെ അന്റാലിയയിൽ നടന്ന ഗ്ലോബൽ സ്ട്രാറ്റജീസ് ഇൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇൻഡസ്ട്രി കോൺഫറൻസിൽ ഗവർണർ അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഒഹാലിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് 1960 മുതൽ സൗദി അറേബ്യയുടെ സൈനിക ചെലവ്, അതായത് സൈന്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു രാജ്യമായിരുന്നു സൗദി അറേബ്യ. സൈന്യ ചെലവ് എന്ന് പറയുന്നത് 4.5% നിരക്കിലാണ് വളർന്നു വരുന്നത്. 2024 ആയപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റ് $75.8 ബില്യൺ ഇത് ആഗോള സൈനിക ചെലവിന്റെ 3.1% വരും. നിലവിൽ ഇത് $2.44 ട്രില്യൺ ആണ്. 2025 സൗദി അറേബ്യ പ്രതിരോധത്തിനായി $28 ബില്യൺ അനുവദിച്ചിട്ടുണ്ട് എന്നും അറിയാനായി സാധിക്കുന്നു. ഇത് മൊത്തം സർക്കാർ ചെലവിന്റെ 21%, രാജ്യത്തിന്റെ GDP-യുടെ 7.19% എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തുർക്കിയുടെയും ഇറാന്റെയും വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടാനാണ് സൗദി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അവരുടെ സൈനിക ശക്തിക്ക് മറുപടിയായിട്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലും മുസ്ലിം ലോകത്തും തങ്ങളുടെ ആധിപത്യം നിലനിർത്തുക എന്നുള്ളൊരു കാര്യവും സൗദി അറേബ്യയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കണം എന്നാണ് സൗദി അറേബ്യയിലെ പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. സൗദി അറേബ്യയ്ക്ക് ഒരു വിഷൻ ഉണ്ട്. അത് വിഷൻ 2030 ആണ്, അതായത് 2030. കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനാണ് ഈ വിഷന്റെ പിന്നിലുള്ളത്. ഇതിന് സൗദി അറേബ്യ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എണ്ണ വരുമാനത്തിലുള്ള രാജ്യത്തിന്റെ ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി നിയോം സിറ്റി സൗദി അറേബ്യ പണിയുന്നുണ്ട്. കൂടുതൽ വൈവിധ്യമാർന്ന സമ്പദ് വ്യവസ്ഥ തങ്ങൾക്ക് കെട്ടിപ്പടുക്കണമെന്നാണ് സൗദി അറേബ്യ പറയുന്നത്. എന്നാൽ ഈ സംരംഭത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥ ഈ എണ്ണയിൽ നിന്ന് ആശ്രയിക്കുന്നത് മാറ്റുക. എന്തായാലും ഗാമി, അതായത് ജനറൽ അതോറിറ്റി ഫോർ മിലിറ്ററി ഇൻഡസ്ട്രീസ്, അതിന്റെ ഗവർണറായിട്ടുള്ള അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഒഹാലിയുടെ അഭിപ്രായത്തിൽ ശക്തമായ ഒരു സൈനിക വ്യവസായം വികസിപ്പിക്കാനാണ് ഇപ്പോൾ സൗദി അറേബ്യ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തങ്ങളും വലിയ രീതിയിൽ ഈ കാര്യത്തിൽ ചുവടുവയ്പ് നടത്തുകയാണ്. ഇതിൽ തങ്ങൾക്ക് ആശങ്കയില്ല. ശക്തമായ സൈന്യത്തിന് ഒരു അടിത്തറ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.